അസ്സലാമു അലൈക്കും. സാബി വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ല? സാബീത്താക്കും സുഖം തന്നെ. ഇന്ന് സാബീത്ത വന്നത് എന്താന്ന് നിങ്ങൾ അറിയോ? നല്ല രസകരമായ ഒരു സംഗതി കണ്ടു ഞാൻ. രസകരം എന്ന് പറഞ്ഞാൽ പോരാ, അത് സങ്കടമായിട്ടും കാണണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒന്ന് നിങ്ങളത് കണ്ടു നോക്കിയിട്ട് നിങ്ങളൊന്ന് പറയണം കേട്ടാ. പറ്റിയൊരാളെ കിട്ടിയിരിക്കുന്നു. ഒന്ന് നേരാക്കാം. പരിപാടി തുടങ്ങി. കുറച്ചുകൂടി ഇറങ്ങിന്നോളി. ചാരിക്കോളി കുഴപ്പമില്ലേ? കുറച്ചുകൂടി ചാരി നിന്നോളി, കുഴപ്പമില്ല. ഇത് ഏത് കണ്ടിട്ട് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നമ്മളെ ബസ്സിന്ന് വീഡിയോ എടുത്തിട്ട് ഇപ്പം ജയിലിലായില്ലേ നമ്മളൊരു മുത്തുമോ മരിച്ചും കളഞ്ഞ്. അയ്യോ, അത് സഹിക്കാൻ പറ്റൂല മക്കളെ. ഒരമ്മക്കും നിങ്ങൾ വിഷമം നിങ്ങൾക്ക് തിരിയണമെങ്കിൽ തല തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. എല്ലാവരും മറ്റുള്ളവർക്ക് വിഷമം തട്ടുമ്പോൾ, മറ്റുള്ളവരെ വിഷമം കാണുമ്പോൾ അത് നമ്മൾ തല തിരിച്ച് ചിന്തിച്ച് നോക്കുക. നമ്മളെ മോനാണെങ്കിലോ, നമ്മളെ വീട്ടിലാണെങ്കിലോ, നമ്മക്കാണെങ്കിലോ എന്ന് ആത്മാർത്ഥതയോടു കൂടി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അതിൻ്റെ യഥാർത്ഥ ഗൗരവം, യഥാർത്ഥ വിഷമം, ഹൃദയം പൊട്ടുന്ന വിഷമം മനസ്സിലാവണമെങ്കിൽ അങ്ങനെ തലതിരിച്ച് ചിന്തിച്ച് നോക്കണം. നമ്മളിപ്പോൾ ഒരാളെ കൊണ്ട് വല്ലതും പറയുമ്പോൾ, മോശമായി പറയുമ്പോൾ, അവരെ അല്ലെങ്കിൽ കുറ്റം പറയുമ്പോൾ തല തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കണം. അതേ വാക്ക് നമ്മളോട് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് തല തിരിച്ച് ചിന്തിച്ച് നോക്കുമ്പോഴാണ് മക്കളെ അതിൻ്റെ ഗൗരവം മനസ്സിലാവുക. അങ്ങനെ തല തിരിച്ച് ചിന്തിച്ച് നോക്കുമ്പോൾ, നോക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരാളെയും കുറ്റപ്പെടുത്താനോ ഒരാളെ വേദനിപ്പിക്കാനോ ചെയ്യാൻ നമ്മൾ പോവില്ല. തല തിരിച്ച് ചിന്തിക്കണം കേട്ടോ എപ്പോഴും. ഞാനങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഞാനങ്ങനെ പറയാത്തത്. നിങ്ങൾ പറയും മാധ്യമത്തിൽ ഇങ്ങനെ അതും ഇതും പറഞ്ഞ്, അത് യൂട്യൂബിൽ കാണുന്ന നല്ല കാര്യങ്ങളല്ലേ പറയുന്നുള്ളൂ. പിന്നെ അവർക്ക് ക്ലാസ് കൊടുക്കുന്ന കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. അതൊരു മാധ്യമക്കാരി എന്ന നിലയിൽ കാണുന്ന കാര്യങ്ങൾ, ഇങ്ങനെ മാധ്യമത്തിൽ വരുന്ന കാര്യങ്ങൾ മാധ്യമത്തിൽ കൂടി പറഞ്ഞു കൊടുക്കലും അതിനെ തിരുത്തി കൊടുക്കലും അല്ലെങ്കിൽ നല്ല കാര്യം പറയലും അതും എൻ്റെ ഒരു കടമയാണ്. അല്ലാണ്ട് ഞാൻ ഒരാളെ കുറ്റം പറഞ്ഞൊരു വീഡിയോസ് കാണിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ കാര്യം പറയുമ്പോൾ കുറ്റം പറയുന്ന മറ്റുള്ള വലിയ വലിയ ആൾക്കാരെല്ലാം പറയുന്ന സമയത്ത് നിങ്ങളെന്താ ഓല കുറ്റം പറയുന്ന അത് കുറ്റമല്ല. അതും നിങ്ങളോട് പറയണം. നിങ്ങളെ തലച്ചോറ്റിൻ്റെ തകരാറാണത്, നിങ്ങളെ ചിന്തയുടെ തകരാറാണത്. നമ്മൾ കാര്യം പറയുമ്പോൾ അങ്ങനെയാണ്. നിങ്ങളെന്താ അങ്ങനെ പറയുന്ന കാര്യം പറയൽ കുറ്റമാണോ മക്കളെ? കാര്യം പറയൽ കുറ്റമാണോ? നിങ്ങൾക്കൊന്നും തലബോധകം ഇല്ല. കാര്യം ആരോടെല്ലാം പറയാ? അങ്ങനെ പല ആൾക്കാരുണ്ട്. കാര്യം പറയുമ്പോൾ എന്താണ് എന്താ ബട്ട ഭ്രാന്ത എന്താന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അത് കമന്റിൽ തന്നെ പല ആളെ വീഡിയോസിലും എൻ്റെ വീഡിയോസും ഒക്കെ കാണാം. നമ്മൾ കാര്യം അങ്ങ് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ ബട്ടാണോ? നിങ്ങളെന്തിനാ ഇങ്ങനെ ഉസ്താദിനെ പറഞ്ഞ എല്ലാതിനും ഓല പറഞ്ഞെന്ന് നിങ്ങൾ എപ്പോഴും പറയുന്നൊരു വാക്കാണത്. അത് കാര്യം ആരോടും പറയും. നിങ്ങൾക്ക് വേണ്ടിയതെന്ന് പറഞ്ഞാൽ കാര്യം പറയലല്ല, അസൂയ പറയാം. ഓളതോ ഓൻ്റെതോ എന്തെങ്കിലും രഹസ്യം ഉണ്ടെങ്കിൽ അത് പരസ്യമാക്കുക. അവരെ കൊണ്ട് കുറ്റവും കുറവും പറയാം. അത് നിങ്ങൾക്ക് നല്ല ഇഷ്ടം. നമ്മൾ കാണുന്നുണ്ട് നമ്മളെ മുത്തായ സാജിദനെ പറ്റിയിട്ട്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? 5 മക്കളുള്ള, ഉപ്പയില്ലാത്ത 5 മക്കളുള്ള ഷാജിനെ പറ്റിയിട്ട് ആരെല്ലാം കുറ്റവും കുറവും പറയുന്നു. അത് നിങ്ങൾ എത്ര ആള് കാണുന്നു അല്ലേ? നമ്മളെ എത്രയിൽ ചാനലുകാരുണ്ട്, നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അതിനെന്താ വ്യൂസ് അതെല്ലാം നിങ്ങൾ കുത്തിരിഞ്ഞ് കാണുന്നു. എന്താ നിങ്ങൾ എരിപ്പിച്ചു കൊടുക്കുന്നു, എരുതിയിൽ എണ്ണ പാർന്ന നിങ്ങൾ എരിപ്പിച്ചു കൊടുക്കുന്നു അല്ലേ? അതേ സ്ഥലത്ത് നമ്മൾ എന്തെങ്കിലും പിന്നെ കാര്യങ്ങൾ പറയും നിന്നിട്ടുണ്ടെങ്കിൽ പട്ടാണോ ഭ്രാന്താണോ നിങ്ങളെന്താ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് കുറ്റം പറയുന്നതാണ്. അതിന് കുറ്റം പറയുന്നു. കാര്യം പറയല് കുറ്റം പറയല്. മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറഞ്ഞ വീഡിയോസ് ഇടുന്നേരം നിങ്ങൾക്ക് നല്ല, അതിനൊരു മോശമില്ല. ഇതാരോട് പറയേ? ആര് നന്നാവേ? എനക്ക് പറയണ്ട, ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ നന്നാവൂല. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് കാണുങ്ങൾ. ഇപ്പൊ ട്രെൻഡാണ്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ റീച്ച് കുറവാണ്. അപ്പൊ റീച്ച് കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം. ബസ് കയറിങ്ങാണ്ട് റീച്ച് ചെയ്യാൻ ഇങ്ങനെ മാത്രമൊന്നല്ല ചെയ്യുന്നത്. ഇപ്പൊ റീച്ച് കിട്ടാനാണ് മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറഞ്ഞ് വീഡിയോസ് ഇടുക. ആരെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ഓലോട് എന്താ നിങ്ങളെ സപ്പോർട്ട് അല്ലേ? എന്താ സപ്പോർട്ട്? അതും കുറ്റം പറയരുതേ, കുറ്റം പിന്നെ കേൾക്കരുതേ,
എന്ന് പറയുന്ന മുസ്ലിങ്ങൾ തന്നെ പോയിട്ട് കണ്ടിട്ട് എന്താ വിയോസ് കൂട്ടിക്കൊടുക്കുക. നിങ്ങൾ കൂട്ടിക്കൊടുത്തോളി മകനെ, കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു പണത്തിന്റെ അത്യാഗ്രഹവും അത്യാവശ്യവും ഇല്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, കുറ്റം പറഞ്ഞ് കാണുന്നോല് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്ന കളി അത് നിങ്ങൾ കുത്തിരിഞ്ഞ് കാണാം. അത് കുറ്റമല്ല, അറാമല്ല, തെറ്റല്ല. മിണ്ടിപ്പോണ്ട നിങ്ങൾ കേട്ടാ. നല്ല റീച്ച് കിട്ടും. എന്തിനപ്പോ തല്ലിയതിന്നെ അനക്ക് വയറിലാവണ്ടേ? ആ വയറിലാവണം. മക്കളെ വരുമ്പോൾ വയറിലാക്കി എടുക്കാം. അയ്യോ പറ്റിയ ഒരാളെ കിട്ടിയിരിക്കുന്നു. ഒന്ന് നേരാക്കാം. പരിപാടി തുടങ്ങി. കുറച്ചും കൂടി ഇറങ്ങിയെന്നോളി. ചാരിക്കോളി കുഴപ്പമില്ലേ? ഇത് ഇപ്പൊ ട്രെൻഡാണ്. എനിക്ക് ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ റീച്ച് കുറവാണ്. അപ്പൊ റീച്ച് കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം. ബസ് കയറിങ്ങാണ്ട് നല്ല റീച്ച് കിട്ടും. എന്തിനപ്പോ തല്ലിയതിന്നെ അനക്ക് വയറിലാവണ്ടേ? ആ വയറിലാവണം. മക്കളെ വരുമ്പോൾ വയറിലാക്കി എടുക്കാം. ഞാനൊന്നും കൂടി ഫുള്ളായിട്ട് കാണിച്ചു തന്നതാണ്. മറ്റേത് കട്ടായത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവൂല. ഇത് കുറേ ആൾ കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ടില്ലാത്തവരും കണ്ടോളി. പിന്നെ പെണ്ണുങ്ങളെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരെയും ഒരു രീതിയിലാക്കിക്കളയുന്ന രീതിയിലായിപ്പോയി. അത് ആ കാട്ടിക്കുട്ടിയത് ആരെ അജയിൽ കിടക്കുന്നോളെ പേരുന്നത് ഷിംജിത അല്ല ഒരു പേരും. അയ്യോ, എത്ര പണം കൊടുത്താലും ഈ അമ്മക്കാരല്ലോ പണം കൊണ്ട് കൊടുത്തെന്ന് പറയുന്നത്. എത്ര പണം കൊടുത്താലും സ്വന്തം മകനാവുക, മകന് തുല്യമാവുക. നമ്മളെ മക്കളാണെങ്കിലോ എന്ന് ചിന്തിച്ച് നോക്ക് മക്കളെ. നമ്മളെ പുരയിലുള്ള നമ്മളെ പൊന്നു മക്കളാണോ എന്ന് ചിന്തിച്ച് നോക്ക്. അന്നേരം വിഷമം തട്ടുള്ളും, ഹൃദയം നുറങ്ങുന്ന മക്കളെ ആ വിഷയം പറയുമ്പോൾ. അല്ലാഹു സഹിക്കാനുള്ള കരുത്ത് അമ്മക്ക് കൊടുക്കട്ടെ. അല്ലാഹ് എനിക്കും എൻ്റെ മനസ്സിന് ഇനി ശക്തി തരണേ തമ്പുരാൻ. എനിക്ക് വിഷമങ്ങളാണ് അതെല്ലാം കേൾക്കുമ്പോൾ. അതാ നിങ്ങളോട് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് പൊന്നു മക്കളെ, ഇപ്പോൾ ഒരുപാട് ആളെന്നോട് പറഞ്ഞിട്ടുണ്ട്, സാബിറ ഇങ്ങനെയാകുമ്പോൾ എന്താ ചെയ്യുക, നമ്മളെ പെൺകുട്ടികളും പുറത്ത് പോകുന്നുണ്ടല്ലോ, നമ്മളെ പെൺകുട്ടികളും എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ അത് അവർ വീഡിയോ എടുത്ത് അല്ലെങ്കിൽ അത് അവർ പ്രചരിപ്പിച്ച് എന്നും പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാവുമോ എന്നാലും ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളാരും ബസ്സൊന്നും ചെയ്യാണ്ടിരിക്കൂല, വണ്ടിയിൽ നിന്ന് ബസ് നമുക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഇപ്പോഴും അനുഭവങ്ങളുണ്ട്. ഇന്നലെയും ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഒരാൾ ഫോണ് വിളിച്ചിട്ട് എൻ്റെ ഭാര്യ മരിച്ചു പോയതാണ്, നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഫോൺ ഞാൻ എടുത്തിക്കില്ല. കുറേ പ്രാവശ്യം വിളിക്കാണ്ട് ഞാൻ ഓൻ്റെ മെസ്സഞ്ചറിലേക്ക് ചെന്ന് നോക്കിയതാ, മെസ്സേജിലേക്ക്. അന്നേരമാണ് അതിൽ എഴുതിയിട്ട കാണുന്നത്. അതൊന്നും നോക്കലില്ല, ഇൻസ്റ്റാഗ്രാമൊന്നും ഞാൻ നോക്കലില്ല, ഫേസ്ബുക്കും ഞാൻ നോക്കലില്ല. എപ്പോഴെങ്കിലും ഇങ്ങനെ കണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പോയിട്ട് ഒന്ന് അന്വേഷിച്ച് നോക്കുന്നല്ലാണ്ട് ഞാൻ നോക്കലില്ല. അന്നേരമാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇപ്പോഴും ഉണ്ട്, നമ്മൾ പുറത്ത് പോയാലൊക്കെ ഉണ്ട്. നമ്മളിങ്ങ് പിന്മാറിക്കളിയാ അവരെ പ്രായമാണ്. പിന്നെ വയസ്സന്മാരെല്ലാം കളിക്കുന്നുണ്ടേ, അത് വേറെ വിഷയം. നമ്മളിങ്ങ് പിന്മാറിക്കളിയാ. പിന്നെ ഓവറായിട്ട് നമുക്കുണ്ടെങ്കിൽ നമ്മളെന്ത് വേണം, നമ്മൾ വീഡിയോ എടുത്തവങ്ങൾ പബ്ലിക്കൊന്നും ആക്കറ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം എവിടെയും തെളിവാ വേണ്ടിയത്. എൻ്റെ മോനെ സാക്ഷിക്കാള് തെളിവ് വേണം. അതിന് നിങ്ങൾ വീഡിയോസ് എടുത്തോ ഫോട്ടോസ് എടുത്തോ. പക്ഷേ നിങ്ങളത് പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് കാണിച്ചു, ഇല്ലെങ്കിൽ അവരെ വീട്ടിൽ പോയി തന്നെ മാന്യമര്യാദയിൽ പറഞ്ഞിട്ട് അവരൊന്ന് അടക്കുക. പബ്ലിക്കിൽ ഇടണ്ട മക്കളെ. നിങ്ങൾക്ക് എന്തോ തെറ്റ് പറ്റുന്നതാണ്, അവർക്കും തെറ്റ് പറ്റും, ഞമ്മക്കും തെറ്റ് പറ്റും. എല്ലാവരും നല്ല ആളൊന്നല്ല. ഇതിപ്പം കണ്ടില്ലേ ഷിംജി തന്നെ അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ കളിക്കുന്നത്. പക്ഷെ അതിൻ്റെ മുന്നേ തൊട്ടും പിടിച്ചും ചൊറിച്ചാലുണ്ടാവാം, നമുക്ക് പറയാൻ പറ്റൂല, ആണുങ്ങളെ കാര്യമല്ലേ. പിന്നെ പെണ്ണുങ്ങളും അങ്ങനെ ഉണ്ട്. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കണം പൊന്നു മക്കളെ, അങ്ങനെ ഒരാളെ നിങ്ങൾ മോശക്കാരാക്കറ്. ഈ വീഡിയോ ഇനിയിപ്പോൾ എന്തെല്ലാം ഇറങ്ങും. പിന്നെ കണ്ടെങ്കിൽ നിറച്ചു ശരീരം മുഴുവനും ക്യാമറ വെച്ചും കൊണ്ടാണ് ബസ് കയറുന്നത്. പിന്നെ ബസ്സിൽ ആണുങ്ങളില്ലാത്ത ബസ് അല്ല, പെണ്ണുങ്ങളില്ലാത്ത ബസ് ആണുങ്ങൾ കയറി മറ്റേ അതും ഇപ്പം ഭയങ്കര ട്രെൻഡാ. എന്തെന്നതിന് പറയുക, അതാണ് ഇപ്പം വന്നിട്ട് കാട്ടിക്കൂട്ടുന്നത് എല്ലാവരും. ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഈ സംഗതി ഞാൻ കണ്ടത് കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. പെണ്ണുങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ പർദ്ദേൻ്റെ ഉള്ളിലും കണ്ണിൻ്റെ ഉള്ളിലും കെട്ടിപ്പോയിട്ട് നിങ്ങൾ പിന്നെ നല്ല ആളാന്നും ചമഞ്ഞിട്ട് അങ്ങനെ നടന്നതിനെ കൊണ്ടൊന്നും കാര്യമില്ല എന്നല്ല, നിങ്ങളെ ഇതാണ്. പക്ഷെ അങ്ങനെ ചമഞ്ഞും കൊണ്ട് അങ്ങനെ പോയതുകൊണ്ട് ആരും തൊടൂലാന്നോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ അവരിങ്ങോട്ട് ചെയ്യൂല. നമ്മളെല്ലാം ഫണ്ടൽ ഫുള്ളും ഫർദയിൽ തന്നെയാണ് പോക്ക്. ഫർദയിലും മസ്ത കുത്തിയിലും തന്നെയാണ് പോക്ക്. അടി പെയിൻ്റ് ഇടും. പക്ഷെ അന്നേരവും ആൾക്കാർ ഞാൻ കാണലുണ്ട് പറയുന്നത്, കുറേ ബാല്യക്കാർ കുട്ടികൾ നിന്നിട്ടുണ്ടാവും. അരിയത്ത് കൂടി ഇപ്പോൾ എടാ എന്ത് മൊഞ്ചാടാ, പിന്നെ ഈ പെയിൻറ്റിൻ്റെ നമ്മളെ പർദ്ദേൻ്റെയും താഴെ പെയിൻറ്റ് കാണും. ഈ പർദ്ദേൻ്റെ താഴെ പെയിൻറ്റ് കാണുമ്പോൾ നല്ല രസമുണ്ടടാ,
നമ്മൾ നടന്നു പോകുമ്പോൾ അതിന്റെ അരിയത്ത് കുറെ ചെറുപ്പക്കാർ കുട്ടികൾ നിന്നിട്ട് പറയുന്നതാണ്, നമ്മളും ചെറുപ്പക്കാരല്ലായിരുന്നു, ഇപ്പോഴും എന്താ എന്തെങ്കിലും കുറവുണ്ടാ? സുന്ദരി നീ വന്നു ഗസലായി സുറുമ വരച്ചവളെ സാബിറ. ഇപ്പൊ എന്താ കുഴപ്പം? അള്ളച്ചീന്ന് വിളിക്കുന്നോലിക്ക് എന്താ കുഴപ്പം? എനിക്കിപ്പൊ എന്താ കുഴപ്പം? മധുര 17 അപ്പൊ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഉണ്ടാകുമ്പോ എന്തായിരിക്കും മൊഞ്ചി ഞാൻ ബാല്യകാലം എന്ന് ആരോ ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ എൻ്റെ മറ്റേ റിലേറ്റ് ആക്കിയിട്ട് എടുക്കുന്നതിൻ്റെ അകത്ത് കണ്ടിക്ക്. ഞാൻ സുന്ദരിയായിരുന്നു, സുന്ദരി. പിന്നെന്തോ ആട്ടെ, നിങ്ങൾക്ക് തമാശയും വേണ്ട. തമാശ എല്ലാ കാര്യം തന്നെ പറഞ്ഞു. എൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ പറയും പവറ പത്രാസാക്കി ഇബറ പൊങ്ങച്ചൊന്നല്ല, ഒരുപാട് എൻ്റെ കാര്യം തന്നെ പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് വന്നു മക്കളെ, പാവായി അമ്മക്ക് ക്ഷമ കൊടുക്കട്ടെ അല്ലാഹു തആല. അയ്യോ അന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല, ഞാൻ അങ്ങനത്തെ ഒന്നും ഇങ്ങനെ കാണാൻ നിൽക്കില്ല. എന്താ നിനക്ക് ആവൂല പൊന്നു മക്കളെ, സഹിക്കാൻ കഴിയൂല. നിങ്ങൾ എന്നെ ഇങ്ങനെ കാണുമ്പോൾ നമ്മളെ നിയാസ് ഉസ്താദ് പറഞ്ഞിട്ട് ഒരു പാവ ഞാൻ. ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സ്നേഹങ്ങളും സങ്കടങ്ങളും നിറഞ്ഞതാണ്. ഇനി പൊട്ടിയതും മുറിഞ്ഞതും മക്കളെ പോയി അടിക്കുന്നതും ഇങ്ങനെ അമ്മ കരയുന്നതും ഒക്കെ ഞാൻ ദേശം ഭാഗം കണ്ടിട്ട് പിന്നെ റീഅടിച്ച് കളി. ഞാൻ കാണാൻ കഴിയാത്തത് കൊണ്ടാ, മനസ്സ് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. മനസ്സ് സമതല തെറ്റിപ്പോവും. എനിക്ക് ജീവിക്കണ്ടേ? അല്ലാഹു അവർക്ക് സമാധാനം സബൂറും കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ് മക്കളെ. അതുകൊണ്ട് എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും സാബിത്താൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹമുണ്ട്. അല്ലാഹു തആല നിങ്ങൾക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ, തരട്ടെ. എനിക്കും നിങ്ങൾക്കും നമ്മൾ ആവശ്യങ്ങളൊക്കെ അല്ലാഹു നിറവേറ്റി തരട്ടെ. എൻ്റെ നിയാസ് ഉസ്താദിന് പ്രത്യേകം അല്ലാഹുവേ എൻ്റെ നിയാസ് ഉസ്താദിന് ദീർഘായുസ്സും ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്. നല്ല രീതിയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന, ഞങ്ങളെ മനസ്സിൽ നെഗറ്റീവുള്ള മനസ്സ് പോസിറ്റീവാക്കി സന്തോഷമാക്കി നല്ല രീതിയിൽ വീഡിയോസ് ചെയ്ത് ഞങ്ങളെ നന്നാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാര്യം പറഞ്ഞു തരാൻ വേണ്ടി ഞങ്ങൾക്ക് വീഡിയോ ചെയ്തു തരുന്ന ഒരു മുത്തുമണിയായ നിയാസ് ഉസ്താദാണ്. അല്ലാഹുവേ അവർക്ക് ഇനി ദുനിയാവും ആഖിറവും സ്വർഗം കൊടുക്കണേ ആ നിയാസ് ഉസ്താദിന്. അവരെ കുടുംബത്തിൽ ഐശ്വര്യം കൊടുക്കണേ തമ്പുരാനെ. അവർക്ക് ദീർഘായുസ്സും ആരോഗ്യം കൊടുക്കണേ അല്ലാഹുവേ. നിയാസ്താദിനെ നീ എല്ലാ വൈക്കും കാത്ത് രക്ഷിക്കണേ റബ്ബേ. യാതൊരു വിഷമത്തിലും പ്രശ്നത്തിലും അപകടത്തിലും പെട്ടെന്നുള്ള മരണത്തിലൊന്നും നീ നിയാസ് ഉസ്താദിന് കുടുംബത്തിന് ഇനി പെടുത്തരുതേ അല്ലാഹുവേ. നിയാസ്താദിന്റെ വീഡിയോസ് കൊണ്ട് ഒരുപാട് ആളിപ്പോ എന്നെ തന്നെ നല്ല രീതിയിൽ കാണാൻ കാരണമായിട്ടുണ്ട്. മോശക്കാറ്റി നല്ല ഞാൻ പറയുന്നത്. നിങ്ങളെല്ലാവരും എന്നിട്ട് വാർത്താനം കേട്ടിട്ടാണ് എൻ്റെ വീഡിയോസ് സബീത്ത പൊത്തപ്പെടെന്ന് പറയാൻ കാരണവും എൻ്റെ നിയാസ് ഉസ്താദ് കാരണമാണ്. പിന്നെ എൻ്റെ വീഡിയോസ് ചെയ്തത് കൊണ്ട് നിയാസ് ഉസ്താദും പിന്നെ എൻ്റെ വീഡിയോസ് കൊണ്ട് നിയാസ് ഉസ്താദും ഇപ്പം ഒരുപാട് നല്ല ഒരു ഉസ്താദായിട്ട് എൻ്റെ വീഡിയോ ചെയ്തത് കൊണ്ടും ഉസ്താദ് ഒട്ടാകെ വൈറലായി, ഫുൾ വൈറലായി. ഇന്നലെയും എന്നോട് പറഞ്ഞിട്ടുണ്ട് നിയാസ് ഉസ്താദിന്റെ കാര്യങ്ങൾ. അത്രയും നല്ലൊരു ആളായി മാറിയിട്ടുണ്ട് എൻ്റെ വീഡിയോസ് ചെയ്തത് കൊണ്ടും. എന്തുകൊണ്ടാണ്? എൻ്റെ വീഡിയോസ് ചെയ്തത് കൊണ്ടല്ല, എൻ്റെ മനസ്സിലെ വിഷമങ്ങൾ തീർത്തത് കൊണ്ടും നല്ല രീതിയിൽ എന്നോട് നിയാസ് ഉസ്താദ് പറഞ്ഞു തന്നത് കൊണ്ടുമാണ് ഉസ്താദ് വൈറലാവാനും ലോകത്തിൽ ഉസ്താദ് നല്ല ഒരാളായി മാറാനും. എൻ്റെ മനസ്സിന്റെ വേദനകൾ ഉസ്താദ് തീർത്തു തന്നത് കൊണ്ടാണ്. എന്നെ കൊണ്ട് നല്ലത് പറഞ്ഞതാണ്. എന്നെ കൊണ്ട് നല്ലത് ആര് പറഞ്ഞോ, എൻ്റെ നേരെ ആര് നിന്നോ, എന്നെ സഹായിക്കണ്ട. എന്നെ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ നേരെ ആര് നിന്നാലും ദുനിയാവൊന്നും ആഹൃത്തൊന്നും അവർക്ക് വളരെ വളരെ ഗുണങ്ങൾ കിട്ടും. എൻ്റെ കൂടെ നിന്നവരാരും വെറുതെ ആയിക്കില്ല. എൻ്റെ കൂടെ നിന്നവരാരും വെറുതെ ആയിക്കില്ല. മനസ്സിലായിക്കില്ലേ? എനിക്ക് നിങ്ങളൊരു സഹായം വേണ്ട. എന്നെ വിഷമിപ്പിക്കാത്ത രീതിയിൽ നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുനിയാവും ആഹിറവും നിങ്ങൾക്ക് സ്വർഗം കിട്ടും. അത്രയും ഒരു നല്ലൊരു മനുഷ്യനാണെന്ന് ഞാൻ പറഞ്ഞറിയിക്കാതെ നിങ്ങൾക്കറിയാലോ. പിന്നെ തെറ്റുകൾ കണ്ടാൽ ഞാൻ യൂട്യൂബിൽ പല വീഡിയോസുകൾ എടുത്തിട്ട് ഞാൻ അത് കുറ്റം പറയലില്ലാലോ. കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് കുറ്റമായി തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കാ തോന്നുള്ളൂ, അള്ളാഹുവിന് തോന്നൂല. കാര്യം പറയല് കുറ്റമായി തോന്നുന്നത് നിങ്ങൾക്കാ തോന്നുന്നു, അള്ളാഹ്ക്ക് തോന്നൂല. ഞാൻ കാര്യമേ പറയുന്നുള്ളൂ, അത് നിങ്ങൾ വന്നതായിട്ടായിക്കോളി. അപ്പൊ എൻ്റെ നിയാസ് ഉസ്താദിന് അല്ലാഹുവേ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. ഒരു ചെറുപ്പക്കാരൻ മോനാണ്. അല്ലാഹുവേ ഒരുപാട് കൊല്ലം ജീവിക്കാൻ അല്ലാഹുവേ തൗഫീക്ക് ചെയ്തു കൊടുക്കണേ തമ്പുരാനെ. എന്നെ സ്നേഹിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹുവേ. എൻ്റെ കൂടെ നിൽക്കുന്നവരെ നീ സഹായിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അനുഗ്രഹിക്കണേ തമ്പുരാനെ.
ദുആ ചെയ്ത് നമ്മൾ താഴ്ന്നു പോകും. അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മളെ വിഷമങ്ങൾ തീർത്ത് തരട്ടെ. എൻ്റെ മുത്തുമണികൾ ഒരുപാടുണ്ട് റബ്ബേ. സബീത്ത വീടില്ല, സബീത്ത വിഷമത്തിലാണ്, രോഗിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് റബ്ബേ ഇനി അവർക്ക് എല്ലാവർക്കും വരെ വിഷമങ്ങൾ തീർത്തു കൊടുക്കണം റബ്ബേ. ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാ. ഓക്കെ മക്കളെ, ബൈ.